Alhamdulillah Rabbil Alameen, Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yawmiddin. In uridu lil islaha mastata'tu wa ma tawfiqi illa billah alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatan min lisani yafqahu qawli. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുർ റഅദിലെ 11ാമത്തെ ആയത്ത്, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി. മനുഷ്യരുടെ മുമ്പിലും പിന്നിലുമായിട്ട് മലക്കുകൾ അവരുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടുണ്ട്. യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരാണ്, ആ മലക്കുകളാണ് അവനെ സംരക്ഷിക്കുന്നത്, ഈ മനുഷ്യനെ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ അവസ്ഥയെ മാറ്റുകയില്ല അവർ സ്വയം തന്നെ മാറ്റത്തിന് വിധേയമാകുന്നതുവരെ. വൈദാ അറാദല്ലാഹു ബിഖൗമിൻ. അള്ളാഹു ഒരു ജനതയ്ക്ക് ഉദ്ദേശിച്ചാൽ, സൂഅൻ, എന്തെങ്കിലും ഒരു തിന്മ, ഒരു ദുഷിച്ച സംഗതി സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഫലാ മറദ്ദല, അതിനെ തടുക്കുവാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. വമാലഹും മിൻ ദൂനിഹി മിൻ വാൽ. അള്ളാഹുവിനെ കൂടാതെ അവർക്ക് മറ്റൊരു സംരക്ഷകൻ, ഒരു യജമാനൻ ഉണ്ടാവുകയില്ല. സൂറത്തുർ റഅദിലെ 11ാമത്തെ ആയത്താണ്. ഇത് ഈ ആയത്ത് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ജനങ്ങൾ സ്വയം മാറ്റത്തിന് വിധേയമാകുന്നത് വരെ, അല്ലെങ്കിൽ സ്വയം മാറ്റം തെരഞ്ഞെടുക്കുന്നത് വരെ അള്ളാഹു മാറ്റുകയില്ല എന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല സാധാരണഗതിയിൽ പ്രയോഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സംഗതികളെ സംബന്ധിച്ച്, ഒരുപാട് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് തന്നെ വളരെ വലിയൊരു തത്വം, ഇപ്പോ ഒരുപാട് തത്വം പറയുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് മാറ്റം എവിടെ നിന്ന് വരണം, ചേഞ്ച് എങ്ങനെ ഉണ്ടാകും. കാരണം സാധാരണഗതിയിൽ മാറ്റം ആഗ്രഹിക്കാത്ത ഒരു ജനതയും ഇല്ല എന്നുള്ളതാണ്. മാറ്റം ആഗ്രഹിക്കാത്ത ഒരു ജനതയും ഇല്ല. എല്ലാ ആളുകളും മാറ്റത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം നിലക്ക്, വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നു. അതുപോലെ സമൂഹങ്ങൾ എന്നുള്ള നിലക്ക് എല്ലാ സമൂഹങ്ങളും മാറ്റം ആഗ്രഹിക്കുന്നു. നിലവിലുള്ള അവസ്ഥ മാറണം എന്നാഗ്രഹിക്കാത്ത ഒരു സമൂഹവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഏത് അവസ്ഥയിലാണെങ്കിലും, അതായത് എത്ര പുരോഗതിയുടെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന അഭിവൃദ്ധിയുടെ ഒക്കെ ഏറ്റവും ടോപ്പിൽ, അതിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് മാറണം എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് മാറുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം സാധ്യമാവുക? ഇപ്പൊ നമ്മൾ പ്രവാസികള്, മിക്കവാറും ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ അധികം ആളുകളും പ്രവാസികളാണ്. നാട്ടിൽ നിന്നോ കുറച്ചൊന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായാലുണ്ടായി. അവരും ഏതോ അർത്ഥത്തിൽ ഒന്നുകിൽ പ്രവാസികളായിരുന്നവരോ അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ പ്രവാസികളുമായി ബന്ധമുള്ളവരൊക്കെയാണ്. നമ്മൾ ഈ സമയത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ്. സദാസമയവും നമ്മൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കുന്നതും ഒക്കെ മാറ്റം മുൻനിർത്തിയിട്ടാണ്. വ്യക്തികൾ, കുടുംബങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പോ അത്തരം മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ഓവർ ആർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാവുന്ന ഒരു സംഗതി, എല്ലാ മാറ്റങ്ങളെയും കൃത്യമായി ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ തത്വമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം തന്നെ തങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അതിനുവേണ്ടി രംഗത്ത് വരാത്ത ഒരു ജനതയെ അള്ളാഹുവായിട്ട് മാറ്റുകയില്ല. ഇതിപ്പോ നമ്മൾ സാധാരണഗതിയിൽ മിക്കവാറും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മൾ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, നമ്മൾ നിരന്തരമായിട്ട് അവനോട് കരഞ്ഞ് താണ് കേണ് വിനയാന്വിതരായി അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ ഒരു പൊതു തത്വമാണ്, ശരിയാണത്. അത് ആ അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം അന്തിമമായിട്ട് കാര്യങ്ങളുടെ കിടപ്പ് അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ എല്ലാറ്റിന്റെയും താക്കോൽ അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് തീരുമാനിക്കുന്നത് ആരെ എന്തൊക്കെ ആക്കണം, ഏതൊക്കെ സമുദായത്തിന് ഏതൊക്കെ നന്മ വരുത്തണം, എന്തൊക്കെ തിന്മ വരുത്തണം, ഏത് തിന്മയിൽ നിന്ന് അവരെ രക്ഷിക്കണം, ഏത് നന്മയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകണം. ഇതൊക്കെ അന്തിമമായിട്ട് തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും അള്ളാഹുവാണ്. ഈ ഭൂമിയിൽ ഒരു ഇല പോലും അവന്റെ
അറിവില്ലാതെ വീഴുന്നില്ല ഏതൊരു മരത്തിൽ നിന്നും എന്നതും അത്രത്തോളം വാസ്തവമാണ്. അതിനനുസരിച്ച് അത് ശരിയുമാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ വളരെ സുപ്രധാനമായ ഒരു സംഗതി ഇവിടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നു. അതെന്താന്ന് വെച്ചാല് അള്ളാഹുവിന് അവന്റേതായ ഒരു സുന്നത്തുണ്ട്. വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ ആ സുന്നത്തിന് നിങ്ങൾക്കൊരു മാറ്റവും കാണുക സാധ്യമല്ല. അതെന്താണെന്ന് വെച്ചാല് ആരാണോ സ്വയം തന്നെ മാറ്റത്തിന് തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത് അവർക്കാണ് മാറ്റം സാധ്യമാവുക. എല്ലാം അള്ളാഹുൽ ബരമേൽപ്പിച്ച് സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം തങ്ങൾ അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയെയോ പ്രശ്നങ്ങളെയോ ഒക്കെ കുറിച്ച് ചിന്തിക്കാതെ മറിച്ച് സകല മാറ്റത്തിന്റെയും സ്രോതസ് അള്ളാഹു ആണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഈ വരമേൽപ്പിച്ചിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ കാര്യങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും എന്റെ കയ്യിലില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വാസ്തവത്തിൽ അള്ളാഹു പറയുന്ന ഇതിലൂടെ പറയാതെ പറയുന്ന ഒരു സംഗതി, നിങ്ങളുടെ കയ്യിലാണ് നിയന്ത്രണം എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളുടെ കയ്യിലാണ് നിയന്ത്രണം, നിങ്ങൾക്കാണ് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. നിങ്ങൾ മാറ്റം തീരുമാനിക്കുമ്പോൾ, നിങ്ങൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് സംഭവിപ്പിക്കുക എന്നത് എന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു പറയുന്നു. വാസ്തവത്തിൽ വളരെ വളരെ എനർജൈസിംഗ് ആയിട്ടുള്ള, വളരെ നമ്മളെ സംബന്ധിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് മാറ്റം വേണോ, നിങ്ങൾ മാറാൻ തീരുമാനിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് വല്ലാതെ പറയുന്ന ആളുകള് സാധാരണഗതിയിൽ പറയാറുണ്ട്, അതായത് അതിന് തെറ്റായി ധരിച്ചുകൊണ്ട്, തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാറുണ്ട്, അള്ളാഹു വിചാരിക്കുന്നവരെയാണല്ലോ അവൻ സന്മാർഗത്തിലാക്കുക. യഹ്ദീ മൻ യശാ വയുളില്ലു മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരവൻ സന്മാർഗത്തിലാക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരവൻ വഴികേടിലാക്കും. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ സന്മാർഗത്തിലാകുമായിരുന്നല്ലോ, പിന്നെ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കാത്തത്? അല്ലെങ്കിൽ പിന്നെ എന്റെ ഈ വഴികേട് മാറ്റണ്ട എന്നല്ല വിചാരിച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ വഴികേടിൽ തന്നെ നിലനിൽക്കുന്നത്? പിന്നെ സ്വർഗത്തിൽ പോകുന്ന ആളുകളെയും നരകത്തിൽ പോകുന്ന ആളുകളെയും അള്ളാഹ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിന് അതിന് കഷ്ടപ്പെടണം? അവര് വാസ്തവത്തിൽ ഒരു വിധിവിശ്വാസത്തെക്കുറിച്ച് ഒരു വല്ലാത്ത തെറ്റിദ്ധാരണയിലാണ് അകപ്പെട്ടിട്ടുള്ളത്. കാരണം അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഉദ്ദേശത്തിന്റെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം, നിങ്ങളുടെ വിധി നിങ്ങളാണ് തീരുമാനിക്കുക, നിങ്ങളുടെ മാറ്റം നിങ്ങളാണ് തീരുമാനിക്കുക. നിങ്ങൾ എന്തായിത്തീരണം അന്തിമമായിട്ട് ഈ ജീവിതത്തിലും പരലോക ജീവിതത്തിലും എന്തായി നിങ്ങൾ മാറണം എന്നതിന്റെ അടിസ്ഥാനപരമായ അതിന്റെ ബട്ടൺ കയ്യിലുള്ളത്, മെയിൻ കീ ബട്ടൺ, പവർ സ്വിച്ച് ഓൺ, അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ മാറിയിരിക്കും. നിങ്ങൾ അത് ഓഫാക്കിയിടാൻ തീരുമാനിച്ചാൽ നിങ്ങൾ മാറാതെ അതേ രൂപത്തിൽ ഒരു സ്റ്റാഗ്നന്റ് ആയ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോകും. കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോകും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ഒന്നും ചെയ്യുക സാധ്യമല്ല. ഒഴുകുന്ന വെള്ളത്തിനാണ് പവർ ഉള്ളത്. ആ ഒഴുകുന്ന വെള്ളം അതിന്റെ വഴിയിലുള്ള സകലതിനെയും, അത് എത്ര ശക്തമാണെങ്കിലും അതിന് ഒലിച്ചുകൊണ്ടുപോകും, അതിനെ എടുത്തുകൊണ്ടുപോകും. അതാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ പവർ. പക്ഷെ നിങ്ങൾ കെട്ടിക്കിടന്നാൽ, നിങ്ങളൊരു കുളത്തിലോ ഒരു പാടത്തോ ഒരു ചെറിയ കുണ്ടിലോ ഒക്കെയാണ് കെട്ടിക്കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു ശക്തിയും നിങ്ങൾക്കുണ്ടാവില്ല. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പാഠമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, നമുക്ക് എങ്ങനെ മാറാം? ഇപ്പൊ ഞാൻ ആ നേരത്തെ പറഞ്ഞതിന്റെ ഒരു സംഗതി കൂടെ, അതിന്റെ ഒരു വശവും കൂടെ ഞാൻ പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് വരാം. അതായത് ഇപ്പോ ഈ സന്മാർഗത്തെയും ദുർമാർഗത്തെയും കുറിച്ച് പറഞ്ഞല്ലോ. അതായത് വഴികേടും സന്മാർഗവും ഒക്കെ അള്ളാഹ് തീരുമാനിക്കും, നമ്മൾ അതിന് വഴിപ്പെടണമെന്ന്. അപ്പോ അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാല്, നിങ്ങൾ സുബഹിക്ക് എഴുന്നേൽക്കുന്നതിൽ അള്ളാഹു തീരുമാനിക്കുന്നതിന് വല്ല പങ്കുണ്ടോ? അതായത് ഉദാഹരണത്തിന് കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റേതാണെങ്കിലും, അതൊക്കെ നമ്മൾ മനസ്സുറപ്പിച്ചതാണെങ്കിലും, സുബഹിക്ക് അലാറം വെച്ച് എഴുന്നേക്കാൻ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ആ ഒരു ദൃഢനിശ്ചയം മതി. അങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ നിങ്ങൾ സന്മാർഗത്തിലായി. അല്ല, നിങ്ങൾ കിടന്നുറങ്ങാൻ അലാറമൊന്നും വെക്കാതെ കിടന്നുറങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ദുർമാർഗത്തിലായി. ഉദാഹരണം പറയാം. ദുർമാർഗം സന്മാർഗം എന്നുള്ളതിനെ കുറിച്ച് എന്റെ സാങ്കേതിക അർത്ഥത്തിലല്ല ഈ പറയുന്നത്.
അതായത് നമ്മൾ എന്ത് തെരഞ്ഞെടുക്കണം, നല്ല മാർഗം തെരഞ്ഞെടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളൊരു സംഗതി നല്ലതേ കാണൂ എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന സംഗതിയാണ്. ചീത്ത കാണണം എന്നതും നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന സംഗതിയാണ്. നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്ന സംഗതിയാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എന്ത് കുടിക്കണം, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്ന സംഗതികളാണ്. ഈ തീരുമാനം അള്ളാഹു നമുക്ക് വിട്ടുതന്നിരിക്കുകയാണ്. അതിന്റെ കോൺസിക്വൻസ് നമുക്ക് വിട്ടുതന്നിട്ടില്ല. അതായത് കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്നത്, അതാണ് ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ലഹു മുഅഖിബാത്തുൻ എന്ന് പറഞ്ഞല്ലോ. ഓരോ സംഗതിക്കും ഒരു കോൺസിക്വൻസ് ഉണ്ട്. നിങ്ങൾ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ഓതർ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്റ്റീഫൻ ആർ കവി എന്ന് പറയുന്നത്. സ്റ്റീഫൻ ആർ കവി, ചിലർ കോവെ എന്നാണ് പറയാ, അങ്ങനെ എല്ലാവരും പ്രൊണൗൺസിയേഷൻ സ്റ്റീഫൻ ആർ കവി. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, ഒരുപാട് പുസ്തകമുണ്ട്. അതിൽ ഒരു പുസ്തകം ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. അതിൽ അദ്ദേഹം പറയുന്ന, അത് തന്നെ വേറൊരു പുസ്തകമുണ്ട്, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അപ്പോ അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ സംഭവിക്കുന്നത് അതിന് നിങ്ങൾ ഉത്തരവാദിയല്ല. അതായത് ഇപ്പൊ കൊറോണ സംഭവിച്ചു, കൊറോണ നമ്മുടെ കയ്യിലുള്ളതല്ല, അത് എങ്ങനെയോ വന്നു, നമ്മളല്ല, ചൈനയാണെന്ന് പറയുന്നു, വേറെ പലരുമാണെന്ന് പറയുന്നു, ലാബിൽ നിന്നാണെന്ന് പറയുന്നു, ബയോളജിക്കൽ വെപ്പൺ ആണെന്ന് പറയുന്നു, ഒരുപാട് പറച്ചിലുണ്ട്. പക്ഷെ ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്. നമ്മളല്ല അത് സംഭവിപ്പിച്ചത്. പക്ഷെ അതിനോടുള്ള റെസ്പോൺസ് അത് നമ്മുടെ കയ്യിലാണ്. കൊറോണയ്ക്കെതിരെ അല്ലെങ്കിൽ കൊറോണ ഉണ്ടാക്കി തീർത്ത പ്രത്യാഘാതങ്ങൾക്കെതിരെ, അതുണ്ടാക്കി തീർത്ത സാമൂഹിക, സാമ്പത്തിക, ഭൗതിക സാഹചര്യങ്ങൾക്കെതിരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, നമ്മുടെ പ്രതികരണം എന്താണ്, ഇത് നമ്മുടെ കയ്യിലാണ്. അതിനാണ് റെസ്പോൺസ് എബിലിറ്റി എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി എന്നുള്ളതിനെ അദ്ദേഹം വിഭജിച്ച് വ്യാഖ്യാനിക്കുന്നു. റെസ്പോൺസ് എബിലിറ്റി, ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനു നേരെയുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നത് യു ആർ ഏബിൾ ടു ചൂസ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള, നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സംഗതിയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രദർ, സഹോദരൻ, സഹോദരി, ആരുമാട്ടെ നമ്മളോട് മോശമായി പെരുമാറുന്നു, അത് നമ്മുടെ കയ്യിലല്ല, അത്. പക്ഷെ അതിനോടുള്ള പ്രതികരണം അത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ മകൻ വളർന്നു വരിക. കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ, അവർ ചീത്ത പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ, അവർ അച്ചടക്കലംഘനം കാണിക്കുകയാണെങ്കിൽ, നമ്മുടെ അയൽപക്കക്കാർ നമ്മളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ, നമ്മുടെ സഹോദരന്മാർ നമ്മളോട് മോശമായി പെരുമാറിയാൽ, ഇനി നല്ല രൂപത്തിൽ പെരുമാറിയാൽ, ഏതായാലും അതിനോടൊക്കെയുള്ള നമ്മുടെ റെസ്പോൺസ് അതാണ് അന്തിമമായിട്ട് നമ്മൾ ആരാകണം അല്ലെങ്കിൽ അവരാരാകണം എന്ന് തീരുമാനിക്കുക. ഏറ്റവും മോശമായിട്ട് നമ്മളോട് പെരുമാറുന്ന ആളോട് പോലും ഏറ്റവും നന്നായി അവരെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ലോകത്തുള്ളൂ, അത് അവരോടുള്ള പ്രതികരണമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുടെ ആ പുസ്തകത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാപിച്ചിട്ട് വേണ്ട, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ ആ ഒരു സംഗതി, പ്രോ ആക്റ്റീവ്നെസ് എന്ന് പറയുന്ന സംഗതി നമ്മളെ പഠിപ്പിച്ചത്. മക്കയില് മക്ക വിജയത്തിന്റെ സന്ദർഭത്തില് തന്നെ ഉപദ്രവിച്ച, തന്റെ പിതൃവ്യന്റെ കരള് കടിച്ചു തുപ്പിയ, തന്റെ പ്രിയപ്പെട്ട സഹാബിമാരെ കൊന്ന് അവരുടെ രക്തം കൊണ്ട് നമ്മൾ പറയല്ലോ ആഘോഷമാക്കിയ അത്തരം ആളുകളൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോട് അവർ പറയുന്നത്, അഖുൻ കരീം വ ഇബ്നു അഖിൻ കരീം, ഒരു മാന്യനായ സഹോദരനാണ് താങ്കൾ, മാന്യനായ സഹോദരന്റെ പുത്രനാണ് താങ്കൾ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഇദ്ഹബു അൻതും തുലഖ, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. ലോക ചരിത്രം അങ്ങനെ വിജയിച്ച ഒരു സേനാനായകനെ കണ്ടിട്ടില്ല. വിജയിച്ച ആളുകൾ കാട്ടിക്കൂട്ടുന്ന അപരാധങ്ങളുടെ, മാരകമായ കൊലകളുടെ, കൂട്ടക്കൊലകളുടെ, രക്തരൂക്ഷിതമായ വംശഹത്യയുടെ ചരിത്രമാണ് ലോകത്തിന്റെ ചരിത്രം. വിജയിച്ച ആളുകൾ, അതായത് രക്തം കൊണ്ട്, രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ട് കുരിശ് യുദ്ധത്തിലൊക്കെ നമ്മൾ കാണുന്നു 70,000 മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തി. അതിൽ ഫലസ്തീനിലെ
ആ മുസ്ലിങ്ങളെ കൂട്ടക്കൊല നടത്തി അവരുടെ രക്തത്തിൽ ഇങ്ങനെ കബന്ധങ്ങൾ ഒഴുകി നടന്നിരുന്നു, മുട്ടോളം രക്തം പള്ളികളിലടക്കം തളം കെട്ടി നിന്നിരുന്നു എന്ന് പറയുമ്പോൾ 100 വർഷത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അതേ ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കിയിട്ട് അവിടെ കാണിച്ചൊരു മാതൃകയുണ്ട്. ഇതേ മക്കം ഫത്തഹിന്റെ അതേ മാതൃക. ചർച്ചുകളും സിനഗോഗുകളുമൊക്കെ അവർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത മാതൃക. അപ്പൊ ഇത് നമ്മൾ വേറെ ആരും പഠിപ്പിക്കേണ്ടതില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു പാഠമുണ്ട്. ഈ പാഠം ഞാൻ ഇപ്പൊ അത് പറയുന്നത് വിട്ടുവീഴ്ചയെക്കുറിച്ചോ ഔദാര്യത്തെക്കുറിച്ചോ പറയാനല്ല, മറിച്ച് ചരിത്രത്തെ നമുക്ക് എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. നമുക്ക് സംഭവിക്കുന്ന സംഗതികളല്ല നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്, മറിച്ച് ആ സംഗതികളോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. ഈ ഒരു അടിസ്ഥാനപരമായ സംഗതിയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം തന്നെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാൻ തീരുമാനിക്കാത്തിടത്തോളം, നിങ്ങൾ സ്വയം തന്നെ മാറ്റം ആഗ്രഹിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് മാറ്റം സാധ്യമാവുകയില്ല. ആ മാറ്റത്തിന്റെ തുടക്കം നിങ്ങളിതാണ്. ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പോ ഞാൻ ആ വിഷയത്തിന്റെ മറ്റൊരു വശത്തേക്ക് വരണം. എങ്ങനെ മാറാം? നമ്മളെല്ലാവരും പറയും മാറ്റം ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഒരു മാറുക എന്നത് ഇത്തിരി പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാരണം നിലവിൽ നമ്മൾ എല്ലാവരും ഒരു കംഫർട്ട് സോണിലോ അല്ലെങ്കിൽ ഒരു കംപ്ലാസൻസിയോ ഒക്കെ നമുക്ക് വന്നു പോയിട്ടുണ്ട്. ഇതിന് മാറ്റം വരിക എന്നത് പ്രയാസമാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തുക പ്രയാസമാണ്. ഇതെല്ലാവരും ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാസത്തിൽ വന്ന് ഞാൻ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇന്ന ജോലിയിൽ ഞാൻ പെട്ടുപോയി, അതല്ലെങ്കിൽ ഇന്ന വിവാഹബന്ധത്തിൽ ഞാൻ പെട്ടുപോയി, അത് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെ കുറിച്ച് എന്ത് ചെയ്യാനാ, കല്യാണം കഴിച്ചു പോയി, ഇനി ജീവിക്കണം, കുട്ടികളുണ്ടായിപ്പോയി, ഇനിയിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. എല്ലാവരും കേൾക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ജോലിയിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഗൾഫിൽ വന്ന് പെട്ടുപോയി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് പെട്ടുപോയി. ഈ പെട്ടുപോയി എന്ന വർത്തമാനം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പെടാനുള്ളതല്ല ജീവിതം എന്നതാണ് വാസ്തവം. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് വലിയ മാറ്റങ്ങളുടെ തുടക്കാവുക. മാർജിനൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പോ ഞാനിപ്പോ ഈ അടുത്തൊരു ഒരു പഠനത്തെ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു വലിയ ടെന്നീസ് കളിക്കാരൻ നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്ന സെർബിയൻ, ലോകത്തിലെ നമ്പർ 1 ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1 റാങ്ക്ഡ് ടെന്നീസ് പ്ലെയറാണ് നൊവാക് ജോക്കോവിച്ച്. അദ്ദേഹത്തിന്റെ കളിയെ അപഗ്രഥിച്ചിട്ടുള്ള ഒരു പഠനം. ആ പഠനത്തില് പറയുന്നത് അദ്ദേഹം 49% അദ്ദേഹത്തിന്റെ റിസൾട്ട് ഉണ്ടായിരുന്നപ്പോ അദ്ദേഹം ലോകത്തിലെ വേൾഡ് നമ്പർ 200 ആയിരുന്നു. 49% അദ്ദേഹത്തിന്റെ ആക്യുറസി, അതായത് ഷോട്ടുകളുടെ. ടെന്നീസ് നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ കളി കണ്ടവരുണ്ടാവുമല്ലോ. ടെന്നീസ് കളിക്കുമ്പോൾ ഷോട്ട് അടിക്കുന്നുണ്ട്, സെർവ് ചെയ്യുന്നുണ്ട്, അതുപോലെ വോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെന്നീസിന്റെ കുറെ ടെർമിനോളജി ഉണ്ട്. ഈ ഷോട്ടുകളുടെ ആക്യുറസിയാണ് 49%. അതായിരുന്നപ്പോ അദ്ദേഹം 200th പൊസിഷനിലായിരുന്നു. 1% അതിൽ മാറ്റം വരുത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഷോട്ടുകളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ അദ്ദേഹം 50% ആക്കിയപ്പോ അദ്ദേഹം വേൾഡ് നമ്പർ 10 ഉള്ളിൽ വന്നു എന്നാണ് പറയുന്നത്. അത് തന്നെ 55 ആയപ്പോ അദ്ദേഹം വേൾഡ് നമ്പർ 1 ആയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഏതാനും $1000 വാല്യൂ ഉണ്ടായിരുന്ന അദ്ദേഹം ഈ ഒരു 6% മാറ്റത്തിലൂടെ വേൾഡിലെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ അല്ല, ബില്യൺ കണക്കിന് ഡോളറുടെ ഉടമയായി മാറി എന്ന് പറയുന്ന ഒരു പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നിയത്. അതെന്തുകൊണ്ടാണ് തോന്നിയെന്ന് വെച്ചാല്, നമ്മൾ വിചാരിക്കും ഒരു വേൾഡ് നമ്പർ 200ൽ നിന്ന് വേൾഡ് നമ്പർ 1ലേക്കുള്ള യാത്ര ഒരു വലിയ യാത്രയായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ ചെറിയ ചേഞ്ചസിലൂടെയാണ് അത് സാധ്യമായത് എന്നതാണ് അതിലെ പ്രധാനം. ആ കളിക്കാരന്റെ അല്ലെങ്കിൽ സ്പോർട്സ് എപ്പോഴും അങ്ങനെയാണ്. സ്പോർട്സ് നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. സ്പോർട്സ് പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒരു സംഗതിയാണ് സ്പോർട്സിലെ പാഠങ്ങൾ. പക്ഷെ എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് തന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ടീം വിജയിക്കുന്നത്, ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി ഒരു ടീം വിജയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പണ്ടൊരു ആള് തമാശയായിട്ട് പറഞ്ഞല്ലോ, എന്തിനാണ് ഇപ്പൊ എല്ലാവരും കൂടി ഒരു പന്തിന്റെ പിന്നാലെ ഓടുന്നത്, ഞാൻ ആ 11 പേർക്കും 11 പന്ത് അങ്ങോട്ട് മേടിച്ചു കൊടുത്താൽ തീർന്നില്ല പ്രശ്നം എന്നത് വാസ്തവത്തിൽ ഒരു ജീവിത
യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒരു ടീം എല്ലാവരും ഒന്നിച്ച് പടപൊരുതുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് മുന്നേറുന്നത്. അത് ഞാൻ ആനുഷംഗികമായി പറഞ്ഞതാണ്. അപ്പോ പറഞ്ഞു വന്ന സംഗതി ഇതാണ്. ആ ടെന്നീസ് കളിക്കാരന്റെ ജീവിതത്തെ മുൻനിർത്തിയുള്ള പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ജീവിതത്തിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ അതിമഹത്തായ റിസൾട്ടുകളായിട്ട് നമുക്ക് മുന്നിൽ വരുന്നത് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. നമ്മള് ഇപ്പോ ആരാധനാ മേഖലയിൽ, നമ്മളുടെ ആരാധനാ മേഖലയിൽ നമുക്ക് ഒരുപാട് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും റമദാൻ വരുമ്പോൾ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഏറ്റവും നല്ല തഖ്വ വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളൊരു മാതൃകാ മുസ്ലിമായിരിക്കണം, മുസ്ലിമത്തായിരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളത് എന്തുകൊണ്ട് ആ ഒരു ആഗ്രഹത്തെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന എനിക്ക് ഇപ്പോൾ നബീനെയൊന്നും പോലെ പ്രവാചകന്മാരെ പോലെ ആകാൻ പറ്റൂല, സഹാബിമാരെ പോലെ ആകാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അവരെ പോലെ ഒന്നും ആകാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കും. നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്നത് ഉപേക്ഷിക്കും. പക്ഷെ അത് നേരെ മറിച്ച് ഈ പറഞ്ഞ ഒരു പ്രിൻസിപ്പിള് 1% ആരാധനാ കർമ്മങ്ങളുടെ കൂട്ടത്തിലുള്ള 1% ഒരു ചേഞ്ചിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. സിമ്പിൾ എന്ന് മാത്രമല്ല, അത് പ്രാക്ടിക്കലായിട്ട് തോന്നും, നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് തോന്നും. ഉദാഹരണത്തിന് എല്ലാ ദിവസവും സുബഹിക്ക് എഴുന്നേൽക്കുന്ന ഒരാള്, അയാളെ കുറിച്ച് തന്നെ പറയാം. അങ്ങനെ എഴുന്നേൽക്കാത്ത ഒരാളെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ലല്ലോ, നമ്മൾ പറയാൻ പാടില്ലല്ലോ, നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. അദ്ദേഹം കുറച്ചുകൂടി ചിന്തിക്കണം, ഞാനിപ്പോ സുബഹിക്ക് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷെങ്കിൽ പോലും എനിക്ക് ഈ പറയുന്ന ഒരു മാതൃകാ മുസ്ലിം അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു വലിയ മാറ്റം സാധ്യമാകുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ചെറിയ ഒരു മാറ്റത്തെക്കുറിച്ച്, അതായത് ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് സുബഹിക്ക് മുമ്പുള്ള ആ സുന്നത്ത് നമസ്കാരം ഉണ്ടല്ലോ, 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അത് കിട്ടുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ആ 2 റക്അത്ത് എത്ര നേരത്തെ എഴുന്നേക്കണം? അപ്പോ ഒരു 10 മിനിറ്റ് നേരത്തെ കൂടെ എഴുന്നേറ്റാൽ മതിയാവും. ഇപ്പോ 3:15 ആ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് എഴുന്നേക്കുന്നതെങ്കിൽ 3 മണിക്ക് അല്ലെങ്കിൽ 3:05 എഴുന്നേറ്റാൽ മതിയാകും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. സുബഹിക്ക് മുമ്പുള്ള ആ 2 റക്അത്ത് സുന്നത്തിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നിങ്ങൾ ആരെങ്കിലും സുബഹിക്ക് മുമ്പുള്ള ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ഈ ലോകവും ഇതിലുള്ള സകല വസ്തുക്കളുമാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഉത്തമമാണ് ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്, സുബഹിക്ക് മുമ്പുള്ളത്. അത്ര പ്രാധാന്യമുള്ള ഒരു സുന്നത്ത് നമുക്ക് എടുക്കാൻ ഒരു ചെറിയ ചേഞ്ച് മതി. 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റാൽ മതി. 10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വല്ലാത്ത വലിയ ഒരു പ്രതിഫലമാണത്. നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ബില്യൺ കണക്കിന് ഡോളർ വന്നതുപോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രതിഫലത്തിന്റെ ഒരുപാട് ബില്യണുകൾ കടന്നു വരാൻ, 10 മടങ്ങുകൾ കടന്നു വരാൻ, ഈ ലോകത്തെ ഏറ്റവും വലിയ ധനവാനേക്കാളും ഏറ്റവും വലിയ സമ്പന്നനേക്കാളും വലിയ വലിയ ബിസിനസ്സുകാരനേക്കാളും ഒക്കെ ധനവാനായിട്ട് നമ്മൾ മാറാൻ, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ മാറാൻ ഒരു ചെറിയ ചേഞ്ച് മതി. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റാൽ മതി. ഇതുപോലെ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഭൂമിയിലൊക്കെ നമുക്ക് നല്ല വീടുണ്ട് അല്ലെ, മിക്കവാറും നല്ല വീടുകൾ ഉള്ളവരുണ്ടാകാം, ചിലർ വീടില്ലാത്തവരാകാം, അല്ലെങ്കിൽ വീടുകൾ അതിനുള്ള സ്വപ്നം കാണുന്നവരാകാം. പക്ഷേ ഈ വീടുകളെക്കാളൊക്കെ ഏറ്റവും നല്ല വീട് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഒരു വിഭാഗമുണ്ട്. 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സല്ല 12 റക്അത്തൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹു അവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കും. 12 റക്അത്ത്, അതായത് ഫർള് നമസ്കാരം കൂടാതെയുള്ള 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം. സുബഹിക്ക് മുമ്പുള്ള നേരത്തെ പറഞ്ഞ 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിനും ഇശാക്കും ശേഷം 2. ഇത്രയും. എത്ര സമയം വേണം അതിന് നമ്മുടെ ജീവിതത്തിൽ? നേരത്തെ നമ്മൾ ഒരു 10 മിനിറ്റ് അവിടെ പറഞ്ഞു. ഇതുപോലെ ഓരോ 10 മിനിറ്റുകളും കൂടി മതിയാകും ഈ ബാക്കിയുള്ള 3 നമസ്കാരം, ളുഹർ പിന്നെ മഗ്രിബ് ഇശ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. 24 മണിക്കൂർ നമുക്ക് തന്ന അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ പക്കൽ നിന്നൊരു വീട് ലഭിക്കാൻ, സ്വർഗത്തിലൊരു ഭവനം ലഭിക്കാൻ,
അള്ളാഹുവിന്റെ ആ അതിമഹത്തായ പ്രതിഫലം ലഭിക്കാൻ ചെറിയ ഒരു മാറ്റം മതി. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഞാനിത് പറയുന്നത് നമ്മൾ ചെറുതാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ വലുതാണ്. പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ. നമ്മൾ സുബഹിക്ക് മുമ്പുള്ള ആ 2 റക്അത്ത് ശീലമാക്കി നോക്കിയ നമ്മൾ ഒരിക്കലും അവിടെ നിൽക്കില്ല. കാരണം ആ ചെറിയ ചേഞ്ചസ്, ഇപ്പൊ ഞാൻ നേരത്തെ ആ ടെന്നീസ് കളിക്കാരന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം 200 റാങ്കിൽ നിന്ന് 10 റാങ്കിലേക്ക് വന്നപ്പോൾ 1% അദ്ദേഹം മാറി. പക്ഷെ ആ 10ൽ നിന്ന് 1ലേക്ക് എത്താൻ പിന്നെ 5% അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. അത് പക്ഷെ മാറും അദ്ദേഹം. കാരണം എന്താ, ആദ്യത്തെ 1% സാധ്യമാക്കിയ ആൾക്ക് പിന്നത്തെ 5% പ്രയാസമില്ലാതെ സാധിക്കും. നമുക്ക് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമ്മളൊരു കമ്മിറ്റഡ് ആയിട്ട് അത് ചെയ്തു വന്നാൽ തീർച്ചയായും പിന്നെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ നമുക്ക് സാധിച്ചിരിക്കും. കാരണം മാറാനുള്ള നമ്മുടെ മനസ്സ്, ആ മനസ്സിനെ നമ്മൾ മാറാൻ പാകപ്പെടുത്തി കഴിഞ്ഞു. ഇത് ഭൗതിക ജീവിതത്തിലും ബാധകമാണ്. ഇപ്പൊ ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഇതുപോലെ സുന്നത്ത് നോമ്പുകളെ കുറിച്ചും ഇതുപോലെ നമുക്ക് മറ്റ് സദക്കകളെ കുറിച്ചും ഒക്കെ പറയാം. ഈ ഒരു സംഗതി, ഈ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെ നമുക്ക് വലിച്ചു നീട്ടാം. മാർജിനൽ ചേഞ്ചസ് ലീഡ് ടു ജൈഗാന്റിക് റിസൾട്ട്. ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭയങ്കരമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് തീരെ വായിക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമില്ല. വായിക്കാൻ അറിഞ്ഞൂടാന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അതാണ്, വായിക്കാൻ താല്പര്യമില്ല. നമ്മുടെ എല്ലാവരുടെ ഒരു പരാതിയാണ്, എനിക്ക് പുസ്തകം വായിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ അത് ആളുകൾ വാട്സപ്പിൽ വരുന്നത് വായിക്കുന്നുണ്ട്, വാട്സപ്പിൽ വരുന്ന ഒരുപാട് മെസ്സേജുകൾ വായിക്കുന്നുണ്ട്. അവരാണ് പറയുന്നത് എനിക്ക് പുസ്തകം വായിക്കാൻ താല്പര്യമില്ല. അപ്പൊ വായിക്കാനുള്ള താല്പര്യം ഇല്ലായ്മ അല്ല പ്രശ്നം. എന്തിൽ വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എന്ത് വായിക്കുന്നു, ഇതാണ് പ്രശ്നമുള്ളത്. ഒരാള് തീരെ വായനക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരാള് ഒരു പുസ്തകം വായിക്കണ്ട. അയാൾ ഒരു ദിവസം ഒരു വാക്ക് വായിച്ചാൽ മതി തുടക്കത്തിൽ. അത് ഞാൻ പറഞ്ഞ മാർജിനൽ ചേഞ്ചസ്. ഒരു വാക്ക് വായിക്കും എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഒരു വാക്കുകളുടെ ഒരു കൂട്ടം വായിക്കുമെന്ന് തീരുമാനിക്കുക, ഒരു പാരഗ്രാഫ് വായിക്കുമെന്ന് തീരുമാനിക്കുക. ആദ്യത്തെ 10 ദിവസം അയാൾ ഒരു പാരഗ്രാഫ് വെച്ച് വായിച്ചാൽ മതി. ഒരു ദിവസം ഒരു പാരഗ്രാഫ് വായിക്കാൻ എത്ര സമയം വേണം നമ്മൾ ആലോചിച്ച് നോക്കുക. 30 സെക്കൻഡ്, 40 സെക്കൻഡ്, 1 മിനിറ്റ്, പരമാവധി 5 മിനിറ്റ്, ഇത്രയൊക്കെയാണ് വേണ്ടി വരുള്ളൂ. ഈ ചേഞ്ച് അയാൾ വരുത്താൻ തീരുമാനിച്ചാൽ, അത് നിരന്തരം അയാളത് ചെറിയതാണ് ആ ചേഞ്ച് എന്ന് അയാൾ തീരുമാനിച്ചാൽ, പിന്നെ അയാളെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ അയാള് ഒരു പേജ് അല്ല വായിക്കുക, അയാൾ 10 പേജ് വായിച്ചു തുടങ്ങും. പിന്നെ അയാൾ പുസ്തകം വായിച്ചു തുടങ്ങും. ഒരു വർഷം 52 പുസ്തകം വായിക്കും അയാള്, ആഴ്ചയിൽ ഒരു പുസ്തകം എന്ന കണക്കിന്. പക്ഷേ തുടക്കം എവിടെന്നാ? മാർജിനൽ ചേഞ്ചസ്. ഇത് ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ഞാൻ പറയാ അവരാണ് അതിന്റെ ഉത്തരവാദി എന്നാണ് പറയാ. നിങ്ങൾ എന്തുകൊണ്ട് പാവപ്പെട്ടവനാകുന്നു, ദരിദ്രനാകുന്നു? അതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ദരിദ്രനാകാൻ തീരുമാനിച്ചതിനാലാണ് എന്നാണ് ഞാൻ പറയാ. അള്ളാഹ് പറഞ്ഞാണത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ പണക്കാരനാകാൻ നിങ്ങൾ തീരുമാനിക്കാത്തിടത്തോളം നിങ്ങൾ പണക്കാരനാവൂല. ധനികനാകാൻ നിങ്ങൾ തീരുമാനിക്കണം. നമ്മൾ ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ പണക്കാരന്റെ പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞ്, അവന് സ്വർഗത്തില് ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകം കിടക്കുന്നത് പോലെ അവൻ സ്വർഗത്തിൽ പോളൂന്ന് പറഞ്ഞ് ദാരിദ്ര്യം നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ദാരിദ്ര്യം ഇഷ്ടപ്പെടേണ്ട സമുദായം അല്ല നമ്മള്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ 6 പേരും ഇന്നത്തെ കണക്കനുസരിച്ച് മില്യനേഴ്സ് ആയിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട, ജീവിച്ചിരിക്കുമ്പോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ 6 പേരും മില്യനേഴ്സ് ആയിരുന്നു. ലക്ഷപ്രഭുക്കളെന്നോ കോടീശ്വരനെന്നോ ഒക്കെ നമ്മൾ ഇന്ന് മോശമായിട്ട് വിളിക്കുന്ന പേരുണ്ടല്ലോ, പ്രഭു, ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു അവര്. അവരുടെ പണം ഇസ്ലാമിന് ഉപകാരപ്പെട്ട അത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദീജയുടെയും അബൂബക്കറിന്റെയും പണം എനിക്ക് ഉപകാരപ്പെട്ട അത്ര വേറെ ആരുടെയും പണം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് മോചിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ചെന്നിട്ട് ചോദിച്ചു ഉമയ്യത്ത് ബിൻ ഖലഫിനോട്, എത്ര വേണം ബിലാലിനെ വിൽക്കാനുണ്ടോ? 10 സ്വർണ്ണ നാണയം തരാൻ പറഞ്ഞു. 10 സ്വർണ്ണ നാണയം അപ്പെടുത്തു കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങി ബിലാലിനെ. എന്നിട്ട് ഉമ്മയ്യ കളിയാക്കി പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഒരു സ്വർണ്ണ നാണയം പോലും കിട്ടാത്ത ഒരു അടിമയാണ് ഞാൻ 10 സ്വർണ്ണ നാണയത്തിന് കൊടുത്തത്, നീ അത് വാങ്ങിയ വിഡ്ഢി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ 100 സ്വർണ്ണ നാണയം ചോദിച്ചിരുന്നെങ്കിൽ ആ 100 തന്നിട്ടാണെങ്കിലും ഞാൻ ബിലാലിനെ വാങ്ങിക്കുമായിരുന്നു. എങ്ങനെയുണ്ട് മറുപടി? നല്ല 1 നമ്പർ
ചുട്ട മറുപടി. ഇങ്ങനത്തെ പണക്കാരായിരുന്നു അവര്. ആ പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. നമുക്ക് എന്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൂടാ? നമ്മൾ പറഞ്ഞ് പാവപ്പെട്ടവനായി തന്നെ അതൊരു അടിമത്തമായി നമ്മൾ കാണുന്നു. ശരിക്കും വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, മാർജിനൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിള് നമ്മുടെ ജീവിതത്തിൽ ആദ്യം നടപ്പാക്കേണ്ടത് ഈ ദാരിദ്ര്യം മാറ്റാനാണ്. കാരണം ദാരിദ്ര്യം കുഫറിലേക്ക് നയിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി മിനൽ ഫഖ്രി വൽ കുഫർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. കാരണം പലപ്പോഴും ഫഖർ, ദാരിദ്ര്യം കുഫറിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പാവപ്പെട്ടവന്റെ അവസ്ഥ, ഞാനിപ്പോ സമ്പന്നതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ചെറിയ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് വഴി നടത്തുന്നത് എന്നതാണ്. അതിൽ ദാരിദ്ര്യം ഒരു ഉദാഹരണമായിട്ട് കടന്നു വന്നാണ്. അപ്പൊ നമ്മൾ ദരിദ്രരാവാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ ദരിദ്ര തന്നെ ആവുള്ളൂ. ആദ്യം ദാരിദ്ര്യം മാറ്റാൻ വേണ്ടത് ഞാൻ പണക്കാരനാകും എന്ന് വിചാരിക്കലാണ്. ഞാൻ മുത്തഖിയല്ല എന്ന അവസ്ഥയാണ് ഇപ്പോഴെങ്കിൽ മുത്തഖിയാകാൻ ഞാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി തുടങ്ങുക എന്നതാണ് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുക. ഞാൻ സ്മാർട്ട് അല്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾ അപ്പോഴും സ്മാർട്ട് അല്ലാതെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ എനിക്ക് സ്മാർട്ട് ആകണം എന്ന തീരുമാനത്തിൽ നിന്നാണ് ചെറിയ ചെറിയ സ്മാർട്ട്നെസ് അയാൾ പ്രകടിപ്പിച്ചു തുടങ്ങുക. എനിക്ക് അതിനു മാത്രം വിവരമില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ വിവരം ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ വിവരത്തിന്റെ വഴികൾ, 1 മണിക്കൂർ ഞാൻ വാട്സപ്പിൽ ഇരിക്കുമെങ്കിൽ 10 മിനിറ്റ് ഞാൻ യൂട്യൂബിലെ ഏറ്റവും നല്ല വീഡിയോ, എന്റെ പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ കാണാൻ ഞാൻ തീരുമാനിച്ചാൽ ആ 1 മണിക്കൂറിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ 1 മണിക്കൂറൊന്നും അല്ല പറയുന്നത്, കണക്കുകൾ പറയുന്നത് ഓരോ 10 സെക്കൻഡിലും മനുഷ്യന്മാർ ഈ സാധനം എടുത്ത് നോക്കേണ്ടതെന്നുള്ളതാണ്. ഓരോ 10 സെക്കൻഡും നിങ്ങൾ ആളുകളെ ഫോണിൽ വിളിച്ചാൽ കിട്ടൂല. പക്ഷെ അവർക്കൊരു വോയിസ് ക്ലിപ്പ് ഇട്ട് നോക്കിയേ, തൊട്ടടുത്ത നിമിഷം മറുപടി വരും. ഫോണിൽ വിളിച്ചാൽ എടുക്കാത്തവർക്ക് ഒരു വോയിസ് ക്ലിപ്പ് വാട്സാപ്പിൽ അയച്ചാൽ അടുത്ത നിമിഷം മറുപടി വരും. കാരണം അവരതിന്റെ മുന്നിലാണ്. ജോലി സ്ഥലത്താകട്ടെ, എത്ര സീരിയസ് ആകട്ടെ, കുടുംബ പ്രശ്നങ്ങളിലാകട്ടെ, ഇപ്പൊ സകല കുടുംബ ബന്ധങ്ങളും തകർക്കുന്നത് ഇതാണെന്നാണ് പറഞ്ഞത്. ഒരു ഭാര്യ പാടി പോലും, നിങ്ങൾ ആ മൊബൈൽ ഫോണിനോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും എന്നോട് കാണിച്ചിരുന്നുവെങ്കിൽ. എന്താ കാരണം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എടുത്തു നോക്കും, പിന്നെ ഓരോ 10 സെക്കൻഡിലും എടുത്തു നോക്കും, അവസാനം കിടക്കാൻ എടുത്തു നോക്കും. ഇങ്ങനത്തെ ഒരു സ്നേഹം, ആ മൊബൈലിനോട് കാണിക്കുന്ന സ്നേഹം എന്നോട് കാണിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നിടത്തോളം നമ്മുടെ ഇതിന്റെ അടിമത്വം, ഇതിനോടുള്ള അഡിക്ഷൻ കൂടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് അങ്ങനത്തെ ആ അഡിക്ഷനിൽ നിന്ന് ഒരു ചെറിയ മാറ്റം നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത ഒരു കാലത്ത് അതിജയിക്കുക. ഈ ആരാണെന്നാണ് പറയുന്നത്, ടാലന്റ് ഉള്ള ആളുകളോ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളോ നോളജ് ഉള്ള ആളുകളോ ആണെന്നല്ല പറയുന്നത്. അത് വേറൊരു പോയിന്റാണ്. അടുത്തൊരു കാലത്ത് ഫോക്കസ് ഉള്ള ആളുകളാണ് അതിജയിക്കുക എന്നാണ് പറയുന്നത്. കാരണം ഫോക്കസ് ഇല്ലാതായി പോയിരിക്കുന്നു. വി ആർ ഓൾ അഡിക്റ്റഡ് ടു ഡിസ്ട്രാക്ഷൻ. നമ്മള് ഡിസ്ട്രാക്ഷൻ അടിപ്പെട്ടിരിക്കുന്നു. ഓഫീസ് ജോലിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ദീനിന്റെ വിഷയത്തിൽ ആരാധനാകർമ്മങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് പെടപെടാന്ന് നമസ്കരിച്ച്, ഇപ്പൊ വീട്ടിൽ നിസ്കാരം ആയതുകൊണ്ട് എല്ലാവർക്കും 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു പരിപാടിയാണ് നിസ്കാരം. 10 മിനിറ്റ് കൊണ്ടൊക്കെ കഴിയുന്ന ഒരു പരിപാടിയായിട്ട് മാറി നിസ്കാരം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോണ എങ്ങോട്ടാ? 1 മണിക്കൂർ 2 മണിക്കൂർ നീളുന്ന സോഷ്യൽ മീഡിയയിലേക്കാണ് പോകുന്നത്. 10 മിനിറ്റ് നമസ്കാരത്തിന് സന്ദർഭം, സമയം ആലോചിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി ഖുശൂഓടും ഖുദൂഓടും തഖ്വയോടും കൂടി നിന്ന് ഓർത്ത് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് അവന്റെ മുമ്പിൽ ആണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി നിൽക്കാൻ കഴിയാത്ത, അപ്പോൾ പോലും ഇത്തരം സംഗതികളെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഒരു മാറ്റം സാധ്യമാകും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാറ്റം വേണ്ടത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്നാണ് നമുക്ക് വലിയ മാറ്റങ്ങളിലേക്ക് ഉണ്ടാകാൻ സാധിക്കുക. വലിയ മാറ്റത്തെക്കുറിച്ച് ആദ്യം ആലോചിക്കേണ്ട നമ്മൾ. ഈ പറഞ്ഞ അഡിക്ഷൻ, നേരത്തെ പറഞ്ഞ അഡിക്ഷൻ മാറാൻ ചെറിയ മാറ്റങ്ങൾ, നമ്മൾ ആ സമയം ഒന്ന് വർദ്ധിപ്പിക്കുക. ഓരോ 10 സെക്കൻഡ് എടുത്തു നോക്കുന്നതിന് പകരം ഒരു 10 മിനിറ്റിലെ ഞാൻ എടുത്തു നോക്കൂ എന്ന് തീരുമാനിക്കുക. ആ 10 മിനിറ്റ് പിന്നെ ഇത് 20 മിനിറ്റ് ആക്കി മാറ്റുക. പിന്നെ ഓരോ മണിക്കൂറിലെ ഞാൻ എടുത്തു നോക്കൂ എന്ന് തീരുമാനിക്കുക. പിന്നെ ദിവസത്തിന്റെ ചില സന്ദർഭങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റും ഡിസിപ്ലിനും ജീവിതത്തിൽ ഉണ്ടാകുന്നവരെ അടുത്തൊരു കാലത്ത് സർവൈവ് ചെയ്യൂ. അവരാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന
പ്രിൻസിപ്പിളിന് ഫിറ്റസ്റ്റായി മാറുന്ന ആളുകളാവുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഭൗതിക ജീവിതത്തിന്റെ കാര്യത്തിലായാലും പാരത്രിക ജീവിതത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ ദീനി ജീവിതത്തിന്റെ വിഷയത്തിലായാലും നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ വിഷയത്തിലായാലും നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ വിഷയത്തിലായാലും ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനകൾ എവിടെയാണ്? ആ മുൻഗണനകൾ ലഭിക്കുന്നതിന്, ആ മുൻഗണനകൾ കരഗതമാക്കുന്നതിന് ഏതൊക്കെ തരത്തിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റും? ആ ചെറിയ ചേഞ്ചസ് ഏറ്റവും കടക്കൽ വെക്കുക. ആ ചേഞ്ചസ് എന്ന് പറയുന്നത് ഏറ്റവും അതിന്റെ സൂക്ഷ്മമായ തലത്തിലായിരിക്കും ആ ചേഞ്ചസ്. അത്രയും ചെറിയ ചേഞ്ചസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ച്, ഫർള് നമസ്കാരം മാത്രം നിർവഹിക്കുന്ന ഒരാൾ അല്പം റവാത്തിബുകളൂടെ അതിനോട് ചേർത്ത് വെക്കുന്നതിനെ കുറിച്ച്, വെറും റമദാനിൽ മാത്രം നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ ഒരു അറഫ നോമ്പ് അതിൽ ചേർക്കുന്നതിനെ കുറിച്ച്, മുഹറത്തിലെ 2 നോമ്പുകൾ അതിൽ ചേർക്കുന്നതിനെ കുറിച്ച്, ഖുർആൻ തീരെ അറിയാത്ത ഒരാൾ ഒരു 10 മിനിറ്റ് ഖുർആൻ എടുത്ത് ഓതുന്നതിനെ കുറിച്ച്, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനെ കുറിച്ച്, അറബി തീരെ അറിയാത്ത ഒരാൾ അറബി അക്ഷരങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ച്. ഇവിടെ നിന്നാണ് മാർജിനൽ ചേഞ്ചസ്. ഈ ചേഞ്ചസ് ആണ് വലിയ ചേഞ്ചസിലേക്ക് നമ്മളെ നയിക്കും. ഈ ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താൻ പറ്റുമോ എങ്കിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിരിക്കും, അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് വലിയ മാറ്റങ്ങൾ വരുത്താത്തത്? ആദ്യം തന്നെ ഈ മാറ്റങ്ങൾ വലുതാണെന്ന് വിചാരിച്ച് നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടോ? സംഭവിച്ചിരിക്കും മാറ്റം. തുടക്കം നിങ്ങളിൽ നിന്നും തന്നെയാവുക. നിങ്ങൾക്ക് ഈ ലോകത്ത് ആകെ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ മാറ്റാൻ കഴിയുന്ന ആകെ ഒരാളെ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, മാതാപിതാക്കളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എടുത്തു മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവരാന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല, അവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങളുടെ മക്കളുടെ പെരുമാറ്റം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. ഒരുപക്ഷെ ചെറുപ്പത്തിൽ നിങ്ങൾ പേടിച്ചിട്ട് അവർ നിങ്ങളെ അനുസരിക്കുന്നത് നോക്കണ്ട. അവരൊരു കൗമാരപ്രായമൊക്കെ വിട്ട് യുവത്വത്തിലേക്ക് കിടക്കുമ്പോൾ അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒരാളെയും മാറ്റുക സാധ്യമല്ല. നിങ്ങൾക്ക് ആകെ മാറ്റാൻ സാധിക്കുക നിങ്ങളെയാണ്. നിങ്ങളുടെ ദുശ്ശീലങ്ങളെ മാറ്റാൻ പറ്റും. നിങ്ങളുടെ ശീലങ്ങൾക്ക് ഒരു അച്ചടക്കം കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് അതിനൊരു ക്രമം കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആരോഗ്യശീലങ്ങൾക്ക് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ രോഗാവസ്ഥയെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വലിയ വലിയ രോഗങ്ങൾ, മാറാ രോഗങ്ങളും മാരക രോഗങ്ങളും വരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെ? നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് തെളിയിക്കപ്പെട്ട പഠനമാണ്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ജോസഫ് മർഫിയുടെ ഒരു പുസ്തകമുണ്ട്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഉപബോധ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരത്തിന്റെ മാരക രോഗങ്ങളെ വരെ, കോശങ്ങളെ വരെ നമുക്ക് കോശങ്ങളുടെ വളർച്ചയെ തടുക്കാൻ പറ്റും. അതാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. ഇത് തെളിയിക്കപ്പെട്ട ശാസ്ത്രമാണ്, പഠിപ്പിക്കപ്പെട്ട തത്വമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാചകത്തിലൂടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹ് നിങ്ങൾക്കൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും അതിനെ തടുക്കുന്നവനില്ല എന്ന് പറയുന്നതിന്റെ തൊട്ടുമുമ്പാണ് ഈ ആയത്ത് പറയണം. അതാണ് അതിന്റെ രസം എന്ന് പറയുന്നത്, അതിന്റെ ഒരു കൗതുകം അതാണ്. നിങ്ങൾക്കൊരു ആയത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മൻഅറാദല്ലാഹു ബിസൂഇൻ, അള്ളാഹു ഒരു ചീത്തക്കാരെ നിങ്ങൾക്ക് വിചാരിച്ചാൽ ഫലാ മറദ്ദലഹു, അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ തൊട്ടുമ്പത്തെ ആയത്തിലാണ് ഇത് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ചേർത്താണ് വായിക്കേണ്ടത്. നമ്മൾ അവസാനത്തെ ആയത്തെടുക്കും, ഇത് എനിക്ക് അള്ള വിധിച്ചതാണ്, ദാരിദ്ര്യം എനിക്ക് അള്ള വിധിച്ചതാണ്, രോഗം എനിക്ക് അള്ള വിധിച്ചതാണ്, എന്റെ അജ്ഞത, ഞാൻ പഠിക്കാതെ പോയത്, എനിക്ക് ഡിഗ്രി കിട്ടാതെ പോയത്, ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കാതെ പോയത് അള്ള വിധിച്ചതാണ്. അല്ല, അള്ള അല്ല വിധിച്ചത്, നിങ്ങളാണ് വിധിച്ചത്. നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങൾ തെരഞ്ഞെടുത്തതാണ്. നിങ്ങളുടെ അയോഗ്യത നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ദൗർഭാഗ്യം അത് നിങ്ങൾ ഉണ്ടാക്കി തീർത്തതാണ്. നമുക്കത് മാറ്റാൻ പറ്റും. എന്തേ വേണ്ടുള്ളൂ? ചെറുതിൽ നിന്ന് തുടങ്ങാം, ചെറിയ ചേഞ്ചസിൽ നിന്ന് തുടങ്ങാം, പതുക്കെ പതുക്കെ തുടങ്ങാം. തുടക്കം മാറ്റത്തിനുള്ള ഒരു താല്പര്യം നിങ്ങളിലുണ്ടെങ്കിൽ, മാറ്റത്തിനുള്ള ഒരു സന്നദ്ധത നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരിക്കലും നിലനിൽക്കില്ല. വർഷങ്ങൾ പിന്നിടുമ്പോൾ അല്ലെങ്കിൽ ഒരു അടുത്ത ഒരു ഭാവിയിൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ അതന്നെ ചിന്തിക്കണം. കൊറോണ വരുമ്പോൾ ജോലി നഷ്ടപ്പെട്ട ആളുകള്, വരുമാനം നിലച്ച ആളുകള്, അതുപോലെ മറ്റ് പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകള്, അവരൊക്കെ ചിന്തിച്ചിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ എനിക്ക് വരാനുള്ളതാണ്, അതുകൊണ്ട് ഇതിനൊരു മോചനമില്ല, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക. ഇപ്പൊ ഇന്നലെ ഞങ്ങള് ജവഹർ സാഹിബ് ഉണ്ടായിരുന്നു, ഇന്നലെ ഞങ്ങളൊരു ക്ലാസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കർ മധു ഭാസ്കരന്റെ. അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്, ആളുകള് കൊറോണ വന്ന് എന്ത് ചെയ്യാനാ, കുറെ 10 മണിക്ക് എഴുന്നേക്കാം, രാവിലെ 10 മണിക്ക് എഴുന്നേക്കാം, ഉച്ചയ്ക്ക് 12 മണിക്ക് ഭക്ഷണം കഴിക്കാം, പിന്നെ കിടക്കുക, പിന്നെ ഉറങ്ങാം, വൈകുന്നേരം ആകുമ്പോൾ TV കാണാം, കുറെ ചായ കുടിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു പുസ്തകം വായിക്കുക, ഒരു കാര്യം എന്തെങ്കിലും പഠിക്കുക, ഒരു നല്ല ഒരു വീഡിയോ കാണുക, ഒരു നല്ല ക്ലാസ്സിൽ പങ്കെടുക്കുക, നല്ലൊരു വെബിനാറിൽ സംബന്ധിക്കുക, നല്ലൊരു ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ഇതൊന്നുമില്ല. കൊറോണ കാരണം വീട്ടിലാണ്. വീട്ടിലെന്താ പണി? ഒന്നുമില്ല. കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഇതന്നെ പരിപാടി. ആരാ ഉത്തരവാദി? അള്ളാണോ ഉത്തരവാദി? എന്നിട്ട് പറയാനിട്ട് ഇതൊക്കെ അള്ള വിധിച്ചതാണെന്ന് പറയാ. കൊറോണ അള്ള വച്ചതാണ്. ശരിയാണ്, അള്ള കൊറോണ വെച്ചാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറണമെന്ന് അറിയാൻ വേണ്ടി വെച്ചതാ? നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി തീർക്കാനാണോ നിങ്ങളുടെ ജീവിതം? ഇങ്ങനെ തീരുമാനിച്ച ഒരാള്, അയാൾ ദരിദ്രനായിരുന്നിട്ട് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയാള് പണക്കാരൻ ഒരിക്കലും ആവൂല. ഞാൻ പറയണ അല്ലെങ്കിൽ അയാൾ അതിനെ അതിജയിക്കൂല. ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ട് ജീവിതത്തിൽ. നമ്മള് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും അതിന് പുതിയ പുതിയ സാഹചര്യങ്ങൾ സ്വീകരിക്കാനും സ്വന്തം ജീവിതത്തിൽ അതിന് പ്രായം പോലും പ്രശ്നമില്ല കേട്ടോ. ചില ആളുകൾ പറയും ഞാനിപ്പോ 60 വയസ്സായി, ഇനിയിപ്പോ എന്ത് പഠിക്കാനാ? മിക്കവാറും സഹാബികൾ ഖുർആൻ മനപ്പാടമാക്കിയത് 60 വയസ്സിന് ശേഷമാണ്. കാരണം അവർക്ക് ഖുർആൻ അവതരിക്കുന്നതിന് 55-ാമത്തെ വയസ്സിലാണ്. അപ്പൊ നമ്മളിപ്പോ പറയണേ എനിക്ക് 55 വയസ്സായി, 60 വയസ്സായി, ഇനി എന്ത് ഹിഫ്ള് പഠിക്കാനാ? ഇനി എന്ത് ഖുർആൻ സ്റ്റഡി സെന്ററിൽ ഇനി എന്താ പോവാനാ? ജീവിതം അല്ലല്ല തീരുമാനിക്കണ. നിങ്ങൾ 70 വയസ്സ് വരെ ജീവിക്കോ, 90 വയസ്സ് വരെ ജീവിക്കോ? അവസാന നിമിഷം വരെ പഠിക്കുക. അവസാന നിമിഷം വരെ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ നടണമെന്ന് പഠിപ്പിച്ച ദീനിന്റെ ആളുകളാണ് ഈ പറയണത്. ഖിയാമത്ത് നാൾ വരെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അത് നട്ടിട്ടേ പോവാവുള്ളൂ. അത് വലിയൊരു തത്വമാണ്. അതൊരു നമ്മളത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ് വായിക്കണത്. ഒരു ഉൽപാദനപരമായ ജീവിതം ജീവിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ ചെടി അത് അടുത്തൊരു തലമുറയ്ക്ക് നിങ്ങൾ സമ്പാദിച്ചു കൂട്ടി. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വർത്താനമാണ്, അത് വളരെ നിഷേധാത്മകമായി പറഞ്ഞ, ഇത്രയൊക്കെ സമ്പാദിച്ചിട്ട് എന്തിനാ, മക്കള് മോശമാവാനല്ലേ? അതല്ലല്ലോ അതിന്റെ ഒരു വർത്താനം. അതേ മക്കളെ നമ്മൾ തഖ്വയിൽ വളർത്തുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ശേഷവും ആ മക്കളെ സമ്പത്ത് വളർത്തിക്കൊണ്ടിരിക്കും, അവർ ദാനം ചെയ്യും നിങ്ങൾക്ക് ശേഷം, അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നാരും പറയൂല. നമ്മൾ എല്ലാറ്റിനെയും നിഷേധാത്മകമായി കണ്ട് നെഗറ്റീവായി കണ്ട് വളർത്തിയെടുത്ത ഒരു വല്ലാത്തൊരു മോശം ധാരണയാണ് ഈ പറഞ്ഞ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ മാറുക, എല്ലാവരും മാറണം. നിലവിൽ എത്ര ഉന്നതമായ അവസ്ഥയിലാണെങ്കിലും നമ്മൾ മാറണം. പക്ഷെ മാറ്റത്തിന്റെ തുടക്കം മാർജിനൽ ചേഞ്ചസ്, ചെറിയ ചെറിയ ചേഞ്ച്. എന്താണ് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുക? ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒരു മാറ്റം, 1 മണിക്കൂർ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം. ഇങ്ങനെ ആ ചെറിയ മാറ്റം സാധ്യമായാൽ അത് വലിയ മാറ്റങ്ങളിലേക്കുള്ള സ്റ്റെപ്പാവും, സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവും. മനസ്സിലായോ? അങ്ങനെയാണ് ജീവിതത്തെ സാക്ഷാത്കരിക്കേണ്ടത്. ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ 60 വയസ്സ് 70 വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ട് പോകുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ച് സാധാരണ കുടുംബം ജീവിതം നയിച്ച് സാധാരണ ആളായിട്ട് ഇവിടുന്ന് പോയതിന് പകരം ആളുകൾ ഓർക്കുന്ന, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് പിന്നീട് നിങ്ങൾ മരിച്ചാലും പറയാൻ സാധിക്കുന്ന എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ ആഗ്രഹിച്ചിട്ട് ചെയ്യണമെന്നല്ല, അങ്ങനെ പറയാൻ പറ്റുന്ന നന്മകൾ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ ഇവിടുന്ന്. ഇന്ന ആളുണ്ടാക്കിയ പള്ളിയിലാണ് ഞങ്ങൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്നത് എന്ന് ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ, പറയിപ്പിക്കാൻ സാധിച്ചാൽ, പറയിപ്പിക്കൽ ലക്ഷ്യമല്ല നമ്മുടെ. ഇന്ന ആളുണ്ടാക്കിയ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്, ഇന്ന ആൾ ഉപേക്ഷിച്ചു പോയ ലൈബ്രറിയിലെ പുസ്തകങ്ങളാണ് ഞാൻ വായിക്കുന്നത്, ഇന്ന ആൾ എഴുതിയ പുസ്തകമാണ് ഞാൻ വായിക്കുന്നത് എന്നൊക്കെ പറയിപ്പിച്ച് നമുക്ക് പോകാൻ സാധിച്ചാൽ അതുണ്ടാക്കി തീർക്കുന്ന, അതാണ് ലീവ് എ ലീഗസി എന്ന് പറയുന്നത്. ടു ലേൺ, ടു ലവ്, ടു ലീവ് എ ലീഗസി. അതാണ് പഠിക്കുക, സ്നേഹിക്കുക. അതായത് അങ്ങനല്ലോ, ഇതൊക്കെ കൂടി ചേർന്നതാണ് ഒരു ജീവിതം. നേരത്തെ പറഞ്ഞ സ്റ്റീഫൻ കവിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരും ഞാൻ, അപ്പൊ അതിനകത്ത് കടക്കുന്നില്ല. ഞാൻ ഇത്രേ പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ. മാറുക, മാറ്റം ചെറുതാവുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആഗ്രഹിക്കുക, സാധ്യമാകുന്ന മാറ്റങ്ങൾ വരുത്തുക. ആർക്കും സാധ്യമാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അത് വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റമുള്ള ഒരു ജീവിതം നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം
മാറ്റത്തിന്റെ സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാക്കി, നല്ലതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅന ഹാദാ ജമഅൻ മർഹൂമ വജഅൽ തഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون الله وبركاته.